എന്തായാലും അവന്റെ അച്ഛനും അമ്മയല്ലേ, അവന്റെ അച്ഛനും അമ്മേനെയും അതുപോലെ അനിയനെയും കേസായിട്ടൊക്കെ കോടതിയും അവിടെ ഇവിടെയൊക്കെ കയറി എടുക്കാനുള്ള താല്പര്യം ഇല്ല. അത് നല്ലൊരു മനസ്സിനുടമയ്ക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രണവ് പ്രവീൺ ഫാമിലി ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഒരു ഗാർഹിക പീഡനം വരെ ഇപ്പൊ എത്തി നിൽക്കുകയാണ്. പ്രവീണും മൃദുലയും തൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ തെളിവുകളെല്ലാം എന്തായാലും അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം ഇടപെട്ടിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റായ ആശ തൃപ്പൂണിത്തറ മാഡത്തിനോടൊപ്പം ചേരാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മാഡത്തിനോടൊപ്പം തന്നെ ചോദിച്ചറിയാം. ഇന്നലെ രാത്രിയിൽ അവരുടെ ഒരു സങ്കടപ്പെട്ടിട്ടുള്ള വീഡിയോ കാണാനിടയായി. വീഡിയോ കണ്ടപ്പോൾ ഒരു കുട്ടി കാര്യം കുറച്ച് നാൾ മുമ്പ് ഇവർ വീഡിയോ പിടിച്ചു വെച്ചതാണെന്നും ആ വീഡിയോയിലൂടെ അവർ പിന്നീട് എന്താണ് ഈ പ്രസവശേഷം ആ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോഴാണ് ആ വീഡിയോ പിടിച്ചതായിട്ട് അതിൽ പറയുന്നതും കാണുന്നതും, ഗർഭിണിയായിട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ കുട്ടിയായതിന് ശേഷമാണ് അവർ വീഡിയോ പുറത്തു വിടുന്നത്. അപ്പോൾ അതെന്താണെന്നറിയാൻ, അതിൻ്റെ നിജസ്ഥിതി അറിയാനായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് CDMLൻ്റെ SIയുടെ നമ്പർ കിട്ടുകയും അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന് പ്രവീണിൻ്റെ അച്ഛൻ്റെ നമ്പർ കൊടുക്കുകയും അതുപോലെ ആ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതെന്താണെന്ന് കൂടി ഈ പറയുന്ന മേഖലയിലുള്ളവരൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രവീണിൻ്റെ ഭാഗത്തുനിന്ന് ചില പുള്ളി അറിയാതെ തന്നെ പുള്ളിയുടെ വായിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളാണ്. ഇതിനകത്ത് ചെറിയ അമ്മ, അച്ഛൻ, അനിയൻ, ചേട്ടൻ എന്ന ചേട്ടത്തിയമ്മ എന്നുള്ളൊരു ബന്ധമാണ് ഇതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ 4 ചുമരിൻ്റെ ഉള്ളിൽ തീർന്നു പോകേണ്ട സംഭവങ്ങളാണ്. അത് ഇവർ ഫേമസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടും അനിയന് ചേട്ടനോട് തോന്നിയ ഒരു ചെറിയ ഈഗോ ആയിരിക്കാം എടുത്ത് പുറത്ത് വ്ളോഗായിട്ട് ചെയ്യുകയും അപ്പോൾ അനിയൻ ചെയ്തത് കണ്ടപ്പോൾ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും എൻ്റെ ഭാര്യയുടെയും പ്രവീണിൻ്റെ ഭാര്യയുടെയും നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരിച്ച് ഒരു നേരത്തെ എടുത്തു വെച്ച വീഡിയോ ഇങ്ങനെയൊക്കെ വന്നേക്കാം എന്നുള്ള ഒരു ആശയം ഉള്ളിലുള്ളത് കൊണ്ട് പുള്ളി അത് എന്താക്കി തിരിച്ച് നേരെ ഇട്ടു. അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെയേറെ ദുഃഖത്തോടുകൂടി കരഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ അതിൽ കുറ്റബോധം ഉണ്ടാവാം. കുറ്റബോധവും പിന്നെന്താ പറയുക, മനസാക്ഷി കുത്തുള്ള ഒരാൾക്കാണ് സങ്കടപ്പെട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ സിറ്റുവേഷനിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുടുംബകലഹങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതപ്പോൾ എൻ്റെ വായിൽ നിന്നും അനിയൻ കൊച്ചിൻ്റെ വായിൽ നിന്നും അത് വന്ന് ജസ്റ്റ് വീണിട്ടുമുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. നിയമപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ കേസ് പോലീസുകാർക്ക് എടുക്കാം. നമ്മൾക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം മാത്രമാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് ഇനി സ്വമേധയാ കേസെടുക്കാം. കേസെടുത്തു കഴിഞ്ഞാൽ കേസെടുക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ ആ കേസ് മുന്നോട്ട് പോകുന്നതിൽ വലിയ അർത്ഥവുമില്ല. അത് പ്രവീൺ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫോണിലൂടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഡയറക്റ്റ് വന്നാൽ നമുക്ക് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ മൃദുലോട് സംസാരിച്ചില്ല. തീർച്ചയായിട്ടും അങ്ങനെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേർക്ക് ചെറിയ ചെറിയ വയസ്സേ ഉള്ളൂ. 10, 30, 35 വയസ്സിനുള്ളിലേ കാണുള്ളൂ. അത്രയൊന്നും കാണുന്നു തോന്നില്ല. അപ്പോൾ എന്തായാലും ഇവരുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഈഗോസ് മാത്രം മാറ്റിക്കൊണ്ട് ഇവരെ നേർവഴിക്ക് എത്തിക്കാനായിട്ടുള്ള ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതോ അല്ലെങ്കിൽ നിയമപരമായ നിയമപാലകരോ ഒത്തുകൂടി അവരുടെ പ്രശ്നങ്ങൾ ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഈ കാണുന്ന യൂട്യൂബർമാരോ അതല്ലെങ്കിൽ മീഡിയ ചാനലുകാരോ ഒക്കെ ഇതിനെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാതെ അവരുടെ ജീവിതം സുന്ദരമായും സന്തോഷത്തോടു കൂടിയും പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് 2 കുടുംബങ്ങളെ വേർപെടുത്താൻ എളുപ്പം കഴിയും. പക്ഷെ അവരെ യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസകരമായ കാര്യമാണ്. അതിന് എഫർട്ട് എടുക്കാനാണ് ഞാൻ അവരെ തമ്മിൽ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വല്ല ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ അവർക്ക് നേരിട്ടിട്ടുണ്ടോ
ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നവരെ വളരെ ബുദ്ധിമുട്ടി ആണ് എനിക്ക് ഈ നമ്പറൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ നമ്പറൊക്കെ എടുത്തുകൊണ്ട് നമ്മളത് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയായിരുന്നുവെങ്കിൽ എനിക്കിപ്പോൾ പ്രവീണിൻ്റെയും മറ്റേതിൻ്റെ നമ്പർ എടുത്ത് അവരുടെ ആ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു ഭാഗത്ത് മാത്രം അന്വേഷിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇതല്ലല്ലോ. നമ്മളിത് രണ്ട് ഭാഗക്കാരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് നമ്മളിത് ഒരു തീരുമാനം എത്താൻ വേണ്ടിയിട്ടുള്ള ഇത് പറഞ്ഞത്. അപ്പോൾ ആ മകൻ പറഞ്ഞത് എന്തായാലും അവൻ്റെ അച്ഛനും അമ്മയല്ലേ, അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മേനെയും അതേപോലെ അനിയനെയും കേസായിട്ടൊക്കെ കോടതിയും അവിടെ ഇവിടെയൊക്കെ കയറി എടുക്കാനുള്ള താല്പര്യമില്ല. അത് നല്ലൊരു മനസ്സിനുടമയ്ക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ചാനലുകാരും അതുപോലെയുള്ള അവരെ കുറ്റം പറയുന്നതല്ല, അത് അവരുടെ ഫീൽഡ് അവരവരുടേതായ രീതിക്ക് കൺവേർട്ട് ചെയ്ത് പോകും. ഇത് നല്ല രീതിക്ക് ഇപ്പം ഈ നമ്മുടെ മീഡിയ ആണെങ്കിലും അതേപോലെ പത്രമാണെങ്കിലും ഓൺലൈൻ ചാനലുകളാണെങ്കിലും അവരെല്ലാം ഇവരുടെ നന്മയ്ക്ക് വേണ്ടി ഇവരെ എങ്ങനെ ഒഴിച്ച് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലോട്ട് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഒരു മനുഷ്യാവകാശ പ്രവർത്തക എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും എനിക്കിതാണ് പറയാനുള്ളൂ. നല്ല രീതിക്കായി തീരട്ടെ, നല്ലൊരു കുടുംബജീവിതം അവർക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടാകട്ടെ, കുഞ്ഞ് നല്ല രീതിയിൽ വളരട്ടെ. ഇനി ഈ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസം അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.